വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നോ മേക്കപ്പ് ലുക്കായിട്ടാണ്. ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക, മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട്, ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞൊരു മേക്കപ്പ് ലുക്കായിട്ടാണ്. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ നമ്മുടെ മുടി അങ്ങോട്ട് കെട്ടി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അലോവേര ജെല്ലിൽ നമ്മുടെ BB ക്രീം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഷോർട്സൊക്കെ കാണുന്നവർക്ക് വെച്ച് കഴിഞ്ഞാൽ അറിയായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കുറച്ച് അലോവേര ജെല്ലും അതിനകത്ത് കുറച്ച് BB ക്രീമും മിക്സ് ചെയ്തിട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ BB ക്രീമിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടി കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. നല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ സിമ്പിളായതുകൊണ്ട് അലോവേര ജെല്ലാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മുഖത്ത് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. നല്ല ഫിനിഷായിട്ട് നല്ല ഗ്ലോവി എഫക്റ്റിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഒട്ടും ഡ്രൈ ആവില്ല, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ എൻ്റെ മൂക്കുത്തി മുകളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ കറുത്ത കളറായിട്ട് കാണുന്നത്. സത്യത്തിൽ മൂക്കുത്തി ഉണ്ട് മൂക്കിൽ. അപ്പോൾ അതേ നമ്മൾ BB ക്രീം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമാണ് മുഖത്തിടുന്നത്. പൗഡറൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ഒരു പേരിന്, അതായത് ഐബ്രോസിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊരു പേരിന് മാത്രം വെറുതെ ജസ്റ്റ് ഒന്ന് അറ്റത്ത് മാത്രം ഒന്നിങ്ങനെ വരച്ച് കൊടുത്തിട്ട് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും ചെയ്യാണ്ട് വിടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തത് കേട്ടോ. കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. പിന്നെ നമ്മൾ കാജലുകൊണ്ട് കണ്ണ് എനിക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ അറ്റത്ത് മാത്രമാണ് എഴുതാറ്. എനിക്ക് ഇങ്ങനെ എഴുതുന്നത് എന്തൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഇത് പറന്ന് കഴിഞ്ഞാലും വലിയ വൃത്തികേടൊന്നുമില്ല, നല്ല രസത്തിൽ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഞാൻ ആ ഒരു അറ്റത്ത് മാത്രം എഴുതി കൊടുത്തു. പിന്നെ മുകളിൽ വേണമെങ്കിൽ എഴുതി കൊടുക്കാട്ടോ. ഞാൻ ഡെയിലി ഒന്നും മുകളിലൊന്നും കണ്ണൊന്നും എഴുതാറില്ല, അങ്ങനെ പറന്ന് ഇങ്ങനെ കറുത്ത കളർ വരണമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലുക്കിൽ കാണിക്കണമെന്നുള്ളൂ. മുകൾ ഭാഗത്തും കൂടി ഉള്ളിലൊന്ന് എഴുതി കൊടുത്താൽ നല്ലൊരു ഭംഗിയുണ്ടാവും. പിന്നെ ഇത് വേണമെങ്കിൽ ഒഴിവാക്കട്ടെ. എൻ്റെ ഈ ചീക്ക് ടിൻ്റ് ഉള്ളതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യണമെന്നുള്ളൂ. ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്, ഒരു പിങ്ക് കളറാണ് കേട്ടോ. അത് ഇങ്ങനെ ഓവറായിട്ടൊന്നും ഫീൽ ചെയ്യില്ല, ചെറിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ സെയിം ടിൻ്റ് തന്നെ വേണമെങ്കിൽ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് തന്നെ ചുണ്ടിൽ ഇട്ടാൽ മതി, വേറെ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങോട്ട് അലിഞ്ഞങ്ങോട്ട് പൊക്കോളൂ. ഇപ്പോൾ കുറച്ചിങ്ങനെ എടുത്ത് കാണിക്കേണ്ടതുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ടിൻ്റ് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ നമ്മളെല്ലാവരും തൊടുന്ന പോലെ തന്നെ കറുത്ത ഒരു കുഞ്ഞു പൊട്ട്, ഇതിനേക്കാളും കുഞ്ഞിതാണ് ഞാൻ ആദ്യമൊക്കെ തൊടാറ്. ഇപ്പോൾ ഞാൻ ഇത്ര വലുപ്പത്തേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് വലിയത് തൊടാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ചേരില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു കുഞ്ഞ് പൊട്ടും കൂടി തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിപ് ഗ്ലോസ് ഇടുന്നതാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അത് സിമ്പിൾ നോ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഒരു അതായത് ലിപ് ഗ്ലോസ് എടുത്തതാണ്. ഇത് ടിൻറ്റഡ് ആക്കി എടുത്തതാണ് കേട്ടോ. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടിൻറ്റ് ഉണ്ടല്ലോ നമ്മൾ ചീക്കിലിട്ടത്, ആ ഒരു ചീക്ക് ടിൻറ്റ് തന്നെ വേണമെങ്കിൽ ചുണ്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ലുക്കായിട്ട് നിൽക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലോസ് ഉള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു തിളക്കം, ഒരു എഫക്റ്റ് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുഖത്ത് ചെയ്യുന്നത്. പിന്നെ മുടി കെട്ടാൻ നിന്നാൽ തലയ്ക്ക് പ്രാന്ത് പിടിക്കുക, അതുകൊണ്ട് ഞാൻ അഴിച്ചിടാൻ തന്നെ വിചാരിച്ചിട്ടോ. മുടി ഇങ്ങനെ കെട്ടി വെക്കണമെന്നൊന്നുമില്ല, അതായത് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊന്നും കാണിച്ചു തരണമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലുക്ക്. ഞാൻ ഷാളും കൂടി ഇട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു നോ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ എൻ്റെ റിംഗ് ലൈറ്റിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് കളർ ഇങ്ങനെ മാറി നിൽക്കണത് കേട്ടോ. അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇപ്പോൾ കുറച്ചായിട്ട് റിംഗ് ലൈറ്റ് ഇങ്ങനെയാണ്, പ്രാന്ത് പിടിച്ച പോലെയാണ്. അപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഡെയിലിയൊക്കെ ചിലപ്പോൾ ഇത്രയൊക്കെ ചെയ്യേണ്ടാവുള്ള മുഖത്ത്, ഇത്ര പോലും ചെയ്യേണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചാൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.